യേശുവിൽ പ്രിയമുള്ളവരെ, ഗുഡ്നസ് ടി വിയുടെ സഭയും സാക്ഷ്യവും എന്ന പരമ്പരയിലെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് മാന്യപ്രേക്ഷകരായി നിങ്ങളെ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ ചിന്തിച്ചുകൊണ്ടിരുന്നത് രൂപതാധ്യക്ഷന്മാരുടെ ദൗത്യത്തെക്കുറിച്ചാണ്. 3 ദൗത്യങ്ങൾ അവർക്കുണ്ട് എന്ന് നമ്മൾ കണ്ടു. പ്രബോധിപ്പിക്കുക, വിശുദ്ധീകരിക്കുക, നയിക്കുക. ഈ 3 ദൗത്യങ്ങളിൽ പ്രബോധിപ്പിക്കുക എന്നുള്ള ദൗത്യത്തെക്കുറിച്ച് നമ്മൾ വളരെ ആഴമായിട്ട് കഴിഞ്ഞ എപ്പിസോഡിൽ ചിന്തിച്ചു. ഈ എപ്പിസോഡിൽ നമ്മൾ ചിന്തിക്കാൻ ആഗ്രഹിക്കുന്നത് വിശുദ്ധീകരിക്കുക എന്നും നയിക്കുക എന്നുള്ള ദൗത്യങ്ങളെക്കുറിച്ചാണ്. ഈ വിഷയം നമ്മളുമായിട്ട് പങ്കുവയ്ക്കുവാൻ നമ്മുടെ കൂടെയുള്ള സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചനെ നിങ്ങളുടെ നാമത്തിൽ ഒത്തിരി സ്നേഹത്തോടെ സ്വാഗതം ചെയ്യുന്നു. സ്നേഹബഹുമാനപ്പെട്ട അച്ഛ, കഴിഞ്ഞ എപ്പിസോഡിൽ നമ്മൾ പ്രബോധനത്തെക്കുറിച്ച് സംസാരിച്ചു. ഇനി അവശേഷിക്കുന്ന വിശുദ്ധീകരിക്കുക, നയിക്കുക എന്ന 2 ദൗത്യങ്ങളെക്കുറിച്ച് അച്ഛനൊന്ന് വിശദീകരിക്കാമോ? അവയിൽ ആദ്യത്തെ വിശുദ്ധീകരിക്കുക എന്നുള്ള ദൗത്യത്തെക്കുറിച്ച് ചിന്തിക്കുമ്പോൾ മാമോദീസ വഴി ദൈവമക്കളായി തീർന്ന വിശുദ്ധീകരിക്കപ്പെട്ട ദൈവജനം ഈ വിശുദ്ധിയിൽ എന്നും നിലനിൽക്കണമെന്നും വളരണമെന്നും അവസാനം അവർ നിത്യജീവൻ പ്രാപിക്കണം എന്നും ആണ് ദൈവത്തിൻ്റെ പദ്ധതി. അപ്പം മാമോദീസായിലൂടെ വിശുദ്ധീകരിക്കപ്പെട്ട ഈ ജനം, വിശ്വാസികൾ വിശുദ്ധീകരണത്തിൽ എന്നും നിലനിൽക്കണം. കാരണം വിശുദ്ധീകരിക്കപ്പെട്ടവർ വീണ്ടും തിന്മയിലേക്ക് പോകാനുള്ള സാധ്യതകൾ എപ്പോഴും ഉണ്ട്. അപ്പോൾ അതിൽ നിലനിൽക്കാനായിട്ട് ദൈവം കർത്താവായ യേശുക്രിസ്തു അതിനുള്ള സംവിധാനം സഭയിൽ നൽകിയിട്ടുണ്ട്. ഈ വിശുദ്ധീകരണ പ്രക്രിയ അതിനുള്ളത് പ്രത്യേകിച്ച് കുദാശകളുടെ പരികർമ്മം, അതിലേറ്റവും പ്രധാനപ്പെട്ടത് വിശുദ്ധ ബലി അർപ്പണം, വിശുദ്ധ കുർബാന, കുമ്പസാരം പോലെ മറ്റ് കുദാശകൾ ഇവയാണ്. അപ്പോൾ ഈ കുദാശകളിലൂടെ വിശ്വാസികളെ വിശുദ്ധീകരിക്കാനായിട്ടുള്ള ദൗത്യം സഭയ്ക്ക്, പ്രത്യേകിച്ച് മെത്രാന്മാർക്ക്, അവരെ സഹായിക്കുന്ന വൈദികർക്ക് ഉണ്ട്. അവരതിനായിട്ട് നിയോഗിക്കപ്പെട്ടവരാണ്. വിശുദ്ധ കുർബാന അർപ്പിക്കുന്ന, പ്രത്യേകിച്ച് വിശുദ്ധ ബലി അർപ്പണത്തിലൂടെ ഈശോ മനുഷ്യരക്ഷ സാധിച്ചത് അവിടുത്തെ കുരിശുമരണത്തിലൂടെയും ഉയർപ്പിലൂടെയുമാണ്. വിശുദ്ധ ബലി അർപ്പണം എന്ന് പറയുന്നത് യേശുക്രിസ്തുവിൻ്റെ ബലി അർപ്പണം. അത് അൾത്താരയിൽ വീണ്ടും ആഘോഷപൂർവ്വം അവിടുത്തെ 2ാമത്തെ ആഗമനം വരെ അവിടുത്തെ കൽപ്പനയനുസരിച്ച് പുനരവതരിപ്പിക്കപ്പെടുകയും ക്രിസ്തുവിൻ്റെ ബലിയർപ്പണത്തിൻ്റെ ഫലങ്ങൾ, അതിൻ്റെ ഫ്രൂട്ട്സ്, യേശുക്രിസ്തുവിൻ്റെ വചനം ശ്രവിക്കുന്നു, അവിടുത്തെ തിരുശരീരവും തിരുരക്തവും സ്വീകരിക്കുന്നു, അവിടുത്തോട് അതുവഴി ഐക്യപ്പെട്ട് ജീവിക്കുന്നു. അപ്പം പ്രത്യേകിച്ച് ഈ കുദാശകളുടെ കാര്യം പറയുമ്പോൾ, കുദാശകൾ നമുക്കറിയാം, നമ്മൾ പഠിച്ചിട്ടുണ്ട്. അത് ദൈവവരപ്രസാദത്തിൻ്റെ ചാനലുകളാണ്. വാസ്തവത്തിൽ പ്രസാദവരം നമ്മുടെ ജീവിതത്തിലേക്ക് നമ്മിലേക്ക് ഒഴുകുന്ന മാർഗമാണ്, യോഗ്യതയോടുകൂടി സ്വീകരിക്കുമ്പോൾ സംഭവിക്കുന്നത്. അപ്പം അത് യോഗ്യതാപൂർവം കുദാശകൾ സ്വീകരിക്കുവാനും, പ്രത്യേകിച്ച് നമ്മൾ വിശുദ്ധ കുർബാനയെക്കുറിച്ച് പറയുമ്പോൾ വിശുദ്ധ കുർബാന, വിശുദ്ധ ബലിയിൽ പങ്കെടുക്കുവാൻ, വിശുദ്ധ കുർബാന സ്വീകരിക്കുവാനും ജനത്തെ ഒരുക്കുക, അതിനായിട്ടുള്ള സംവിധാനം രൂപതകളിൽ ഓരോ നടപ്പാക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം പ്രധാനമായിട്ടും മെത്രാന്മാർക്ക്, രൂപതാധ്യക്ഷന്മാരെന്നുള്ള നിലയിൽ ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ അതുകൊണ്ട് വിശുദ്ധ ബലിയർപ്പണം ഏറ്റവും പ്രധാനപ്പെട്ടതാണ്. ആ ബലിയർപ്പണത്തിനുള്ള അത് സഭയുടെ ക്രമപ്രകാരം അത് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. നമുക്കറിയാമല്ലോ, ചില വിവാദങ്ങളൊക്കെ ഈ കാലയളവിൽ പ്രത്യേകിച്ച് കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്.
സഭയുടെ നിശ്ചയപ്രകാരം, സഭ നിശ്ചയിച്ചതനുസരിച്ച് സഭയുടെ ക്രമപ്രകാരം ആണ് വിശുദ്ധ ബലി അർപ്പിക്കേണ്ടത്. ഇത് സഭയുടെ ഒരു ആരാധനാ രീതിയാണ്. അപ്പോൾ അതനുസരിച്ച് വിശുദ്ധ ബലിയർപ്പണം നടപ്പാക്കാനായിട്ടുള്ള ഉത്തരവാദിത്തം, അതിനുള്ള സൗകര്യം, എല്ലാവർക്കും വിശുദ്ധ ബലിയിൽ പങ്കെടുക്കാനായിട്ടുള്ള സൗകര്യം മെത്രാന്മാർ സ്വന്തം തങ്ങളുടെ രൂപതയിൽ ഉണ്ടാക്കേണ്ടതാണ്. അതുപോലെ തന്നെ മറ്റ് കുദാശകളുടെ സ്വീകരണത്തിലും അതിനുള്ള സൗകര്യം കൂടി ഏർപ്പാട് ചെയ്യേണ്ടതാണ്. അപ്പോൾ ഈ ബലിയർപ്പണത്തെക്കുറിച്ച് പറയുമ്പോൾ നമ്മുടെ ബലിയർപ്പണത്തിൻ്റെ ആ എല്ലാ മേഖലകളും നമ്മൾ കണക്കിലെടുക്കണ്ടേ? പ്രത്യേകിച്ച് ബലിയർപ്പണത്തിൻ്റെ ഒരു പ്രധാനപ്പെട്ട മേഖലയാണല്ലോ സംഗീതം, ദേവാലയ സംഗീതം. അതുമായി പലപ്പോഴും നമ്മൾ കാണുന്നത് നമ്മുടെ കുർബാനയ്ക്കിടയ്ക്കുള്ള സംഗീതമൊക്കെ ഒരുപക്ഷെ ഒരു ഗാനമേള പോലെയോ ഒരു അടിച്ചു പൊളിക്കുന്ന രീതിയിലൊക്കെ പലപ്പോഴും വരുന്നുണ്ട്. ഒരു ക്രിസ്തീയ ചൈതന്യമില്ലാത്ത രീതിയിൽ, ഈ യോജിച്ചു പോകാത്ത രീതിയിലുള്ള പലപ്പോഴും കാണുന്നുണ്ട്. അത് നമുക്ക് പ്രോത്സാഹിപ്പിക്കുന്ന പറ്റുന്നതല്ലോ. അല്ല, ഈ ദേവാലയ സംഗീതത്തിന് വാസ്തവത്തിൽ ആരാധനാക്രമത്തിൽ വളരെ വലുതായിട്ടുള്ള ഒരു പങ്ക് വഹിക്കാനായിട്ടുണ്ട്. വിശുദ്ധ ആഗസ്തീനോസ് പറയുന്നത് പോലെ തന്നെ നമ്മൾ ഒരു തവണ പാടുന്നത് പലതവണ പ്രാർത്ഥിക്കുന്നതിന് സമമാണ്, തുല്യമാണ്. വാസ്തവത്തിൽ ദേവാലയ സംഗീതം നമ്മുടെ ആത്മാവിനെ, നമ്മുടെ മനസ്സിനെ ദൈവത്തിൻ്റെ പക്കലേക്ക് ഉയർത്തത്തക്ക വിധത്തിലുള്ള, അതൊരു പ്രാർത്ഥനയായിട്ട് മാറത്തക്ക വിധത്തിലുള്ള ദേവാലയ സംഗീതമായിരിക്കണം എന്നുള്ളതാണ്. രണ്ടാം വത്തിക്കാൻ സൂരകദോസ് ഒക്കെ അതിനെക്കുറിച്ച് വളരെ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ദേവാലയ സംഗീതം അത് പ്രാർത്ഥനയ്ക്ക് മനുഷ്യനെ ആത്മാവിനെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തത്തക്ക വിധത്തിൽ ഉള്ളതായിരിക്കണം എന്നുള്ളതാണ്. പക്ഷേ ചിലപ്പോഴെങ്കിലും, ഞാൻ പലപ്പോഴെങ്കിലും അതിൽ പറയുന്നില്ല, ചിലപ്പോഴെങ്കിലും ചില ദേവാലയങ്ങളിൽ, പ്രത്യേകിച്ച് വിശുദ്ധ കുർബാനയുമായിട്ട് ബന്ധപ്പെട്ട വിശുദ്ധ കുർബാനയുടെ ഇടയ്ക്ക് പാടുന്ന ഈ ഗീതങ്ങളിൽ വിശുദ്ധ കുർബാനയുടെയുമായിട്ട് ബന്ധപ്പെടാത്ത ചില പ്രാർത്ഥനാ ഗീതങ്ങൾ തന്നെയായിരിക്കാം അത്. പക്ഷേ വിശുദ്ധ കുർബാനയുടെ ഏറ്റവും അടുത്ത് ബന്ധപ്പെടുന്ന പ്രാർത്ഥനാ ഗീതങ്ങൾ ഏതെങ്കിലും ഒരു ഭക്തഗാനം പാടിയാൽ പോരാന്നുള്ളതാണ്. ഇപ്പം ആമുഖ ഗാനമുണ്ട്, വിശുദ്ധ കുർബാനയുടെ ആമുഖ ഗാനമുണ്ട്. ആമുഖ ഗാനം തീർച്ചയായിട്ടും വിശുദ്ധ കുർബാന, വിശുദ്ധ ബലി അർപ്പിക്കുവാനായിട്ട് ദേവാലയത്തിലേക്ക് വന്നിരിക്കുന്ന വിശ്വാസികളെ വിശുദ്ധ കുർബാനയിലേക്ക് ഒരുക്കുന്ന, ഏറ്റവും അടുത്ത് ഒരുക്കുന്ന ഒരു പ്രാർത്ഥനാ ഗീതമായിരിക്കണം അത്. അതുപോലെ തന്നെ ആ പ്രാർത്ഥനാ ഗീതം തന്നെ, അതിലെ മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, അതിനുപയോഗിക്കുന്ന സംഗീതത്തിൻ്റെ ഉപകരണങ്ങൾ എപ്പോഴും, അതിലെ ഉപകരണങ്ങൾ വായിക്കുന്നത് എപ്പോഴും എന്താണ്, ഒരു ആത്മീയമായിട്ടുള്ള ഒരു ലെവലിലേക്ക് മനസ്സിനെ കൊണ്ടുവരുന്ന തരത്തിലുള്ളതായിരിക്കണം. സാർ മുമ്പ് പറഞ്ഞതുപോലെ അടിപൊളി തരത്തിലുള്ള, ചിലപ്പോഴെങ്കിലും നമുക്ക് ഒരു പ്രയാസം തോന്നുന്നൊരു കാര്യം, ഒരു തിയേറ്ററിൽ ഇരിക്കുന്ന ഒരു സിനിമ കാണുന്ന, അതുപോലെ തന്നെ അതിൻ്റെ ഈണം തന്നെ നമ്മൾ നോക്കണം. ആ ഈണം അതിന് യോജിച്ച തരത്തിലുള്ള ഈണമായിരിക്കണം വാസ്തവത്തിൽ. ഞാനിതേക്കുറിച്ച് പറയുമ്പോൾ നമ്മളുടെ ഈ ദേവാലയ സംഗീതത്തിൽ വളരെയധികം കോൺട്രിബ്യൂട്ട് ചെയ്തിട്ടുള്ള, സംഭാവന ചെയ്തിട്ടുള്ള ഒരു മ്യൂസിഷ്യനാണ് ശ്രീ ജെറി അമൽദേവ്. അദ്ദേഹത്തിന് എപ്പോഴും നിഷ്കർഷയുണ്ടായിരുന്നു. ദേവാലയ സംഗീതത്തിൽ വാദ്യോപകരണങ്ങൾക്ക് ഉള്ള ആ ഒരു സ്ഥാനത്തിന് എന്താണ്, അത് വാദ്യോപകരണം, അതിൻ്റെ ശബ്ദം എന്ന് പറയുമ്പോൾ മനുഷ്യൻ്റെ ശബ്ദത്തിന് മുകളിലേക്ക് പോകാനായിട്ട് പാടില്ല എന്നുള്ളൊരു ഇതാണ്. മനോഹരമായിട്ട് അദ്ദേഹത്തിൻ്റെ ഇതേക്കുറിച്ചുള്ള സങ്കല്പവും അത് അദ്ദേഹം നടപ്പാക്കിയ രീതി ഞാൻ ചിലത് കണ്ടിട്ടുണ്ട്. അത് വളരെ മനോഹരമാണ് വാസ്തവത്തിൽ, പ്രാർത്ഥനയ്ക്കായിട്ട് പ്രേരിപ്പിക്കുന്ന. അതുപോലെ തന്നെ ഈ നമ്മുടെ ദേവാലയങ്ങളിൽ വിശുദ്ധ കുർബാനയ്ക്ക് നമ്മൾ സങ്കീർത്തനം ചിലപ്പോഴത് ആലപിക്കുകയാണ്, സങ്കീർത്തന ആലപം. വാസ്തവത്തിൽ സങ്കീർത്തനം തന്നെ ആയിരിക്കണം വാസ്തവത്തിൽ. സങ്കീർത്തനങ്ങളൊക്കെ പ്രാർത്ഥനയാണല്ലോ വാസ്തവത്തിൽ. അതിന് ഓരോ കാലത്തിനും ചേർന്ന വിധത്തിലുള്ള ഗീതങ്ങളാണ് വാസ്തവത്തിൽ ആലപിക്കേണ്ടത്. അതുപോലെ തന്നെ ഓശാന ഗീതങ്ങളൊക്കെ പാടുമ്പോഴും ഏതെങ്കിലും ഒരു ഗീതം ആ സമയത്ത് പാടിയാൽ പോരാ. ചിലപ്പോൾ ഒരു ഓശാന എന്നുള്ള വാക്ക് മാത്രമേ ഉണ്ടാവുള്ളൂ. അതെ, ഒരു വാക്ക് കാണും വാസ്തവത്തിൽ, അങ്ങനെയുള്ള ഒരു ഇതാണ്. അതുപോലെ തന്നെ വിശുദ്ധ കുർബാന സ്വീകരിച്ചതിന് ശേഷമുള്ള പ്രാർത്ഥന. അപ്പോൾ കർത്താവ് ഈശോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്ന, അവിടുന്നുമായിട്ട് ഐക്യത്തിൽ ജീവിക്കുന്ന, അവിടുത്തെ പ്രസൻസും
അതുപോലെ തന്നെ അവിടുത്തെ ജീവിതം നമ്മുടെ ജീവിതത്തെ അവിടുന്ന് നമ്മുടെ ജീവിതത്തെ സ്വാധീനിക്കേണ്ടതും ഇനി നമ്മൾ എങ്ങനെ മുന്നോട്ട് പോകണം എന്നൊക്കെ അർത്ഥം വരുന്നതാണ് എപ്പോഴും നല്ലതെന്ന് ഞാൻ പറയുന്നു വരിക. അപ്പോൾ സാറ് പറഞ്ഞൊരു കാര്യം അതാണ്. അത് വാസ്തവത്തിൽ ഇതൊക്കെ ഇതുപോലെ തന്നെ ബലിയർപ്പിക്കപ്പെടുന്നുണ്ടോ? ഇതൊരു ആത്മീയ അനുഭവമായിട്ട് വിശുദ്ധ ബലിയർപ്പണം മാറണം എന്നുള്ള ഒരു ചിന്ത നമുക്കറിയാമല്ലോ. നമ്മൾ പഠിച്ചിട്ടുണ്ട്, നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. ക്രൈസ്തവ ജീവിതത്തിൻ്റെ കേന്ദ്രം വിശുദ്ധ കുർബാനയാണ്. വിശുദ്ധ കുർബാനയിൽ നിന്ന് ശക്തി സ്വീകരിച്ചുകൊണ്ട് യേശുക്രിസ്തുവുമായിട്ട് ബന്ധപ്പെട്ട് നമ്മൾ ഈ ഭൂമിയിൽ ജീവിക്കണം എന്നുള്ളതാണല്ലോ പറയുന്നത്. എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുള്ളൊരു കാര്യം, ഇതൊക്കെ ഇങ്ങനെയൊക്കെ ആയിത്തീരുന്നതിൻ്റെ കാര്യം, ദേവാലയ ശുശ്രൂഷ ഒരു ദൈവ ശുശ്രൂഷയായിട്ട് പലപ്പോഴും എടുക്കുന്നില്ല. ആ പ്രശ്നം. ഇപ്പോൾ കപ്പ്യാരി എന്ന ജോലിയായാലും പാട്ടുകാരി എന്ന ശുശ്രൂഷയായാലും ആര് തന്നെയായാലും ദേവാലയ ശുശ്രൂഷ ഒരു ദൈവ ശുശ്രൂഷയായിട്ട് മാറും. പലപ്പോഴും അത് ഒരു വരുമാന മാർഗമായിട്ട് മാത്രം കാണുമ്പോഴാണ് പലപ്പോഴും ഇങ്ങനെയുള്ള പ്രശ്നം ഉണ്ടാകുന്നത്. ഇപ്പോൾ ഒരു ഈ വൈദികരൊരു വരുമാന മാർഗമായിട്ടൊന്നും വൈദികരെ കുറിച്ചല്ല ഞാൻ പറഞ്ഞത്. ഇപ്പോൾ കപ്പ്യാര്, പാട്ടുകാർ, ഇങ്ങനെ കുറേ വിഭാഗം ആളുകളുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ഒരു ചടങ്ങ് അല്ലെങ്കിൽ അതൊരു ഉപജീവന മാർഗമായിട്ട് മാത്രം കാണുന്ന ഒരു ചിന്താഗതി മാറിയിട്ട് അതും ഒരു ദൈവ ശുശ്രൂഷയാണെന്നുള്ള ബോധ്യത്തോടെ ചെയ്യുമ്പോൾ അതിൻ്റേതായ ഒരു മഹിമയുണ്ട്. സാർ പറഞ്ഞതിനോട് ഞാൻ ഭാഗികമായിട്ട് യോജിക്കുന്നുണ്ട്. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചിലപ്പോഴെങ്കിലും ഇതൊരു ദൈവത്തിനുള്ള ഒരു ആരാധനയാണ്, പരമമായിട്ടുള്ള ഒരു ആരാധനയാണ് എന്നുള്ള ആ യാഥാർത്ഥ്യം മറന്നുകൊണ്ട് ഈ ശുശ്രൂഷയിൽ സഹായിക്കുന്ന അല്ലെങ്കിൽ പങ്കെടുക്കുന്ന ആളുകളുടെ ഭാഗത്തു നിന്ന് പെരുമാറ്റം ഉണ്ടാകുന്നുണ്ടെന്നുള്ളതൊരു വാസ്തവമാണ്, വാസ്തവത്തിൽ ഒരു കാര്യമാണ്. അപ്പോൾ അത് വേണ്ട, അതിനാണ് ചെയ്യേണ്ടത്. വാസ്തവത്തിൽ ഈ ശുശ്രൂഷയ്ക്കായിട്ട് നിയോഗിക്കപ്പെട്ടവരെ സെലക്ട് ചെയ്യുമ്പോൾ, അവരതിനായിട്ട് നിയോഗിക്കപ്പെടുന്നവരെ സെലക്ട് ചെയ്യുമ്പോൾ, അവരെ തിരഞ്ഞെടുക്കുമ്പോൾ നമ്മൾ ചില മാനദണ്ഡങ്ങൾ സ്വീകരിക്കേണ്ടതായിട്ടുണ്ട്. അതായത് വിശ്വാസമുള്ളവരായിരിക്കണം, വിശ്വാസ സമർപ്പണമുള്ളവരായിരിക്കണം, തീഷ്ണതയുള്ളവരായിരിക്കണം. അപ്പോൾ ഒരു കടമ നിർവഹിക്കാൻ വേണ്ടിയിട്ട് എനിക്കൊരു വരുമാന മാർഗമായിട്ട് ഇത് ആ ഒരു രീതിയിൽ വരുന്ന ആളുകളെ നമ്മൾ സ്വീകരിക്കരുതെന്നുള്ളതാണ്. അപ്പം ചിലപ്പോൾ ആളുകൾ പറയും അങ്ങനെയുള്ള ഇതിനുള്ള ഇത്രയല്ലേയൊക്കെ അവർക്ക് തുക കൊടുക്കുന്നുള്ളൂ, റെമ്യൂണറേഷൻ കൊടുക്കുന്നുള്ളൂ. പക്ഷേ അങ്ങനെ അവരുടെത്തേക്ക് റെമ്യൂണറേഷൻ കുറച്ചുകൂടി നൽകത്തക്ക വിധത്തിലുള്ള സംവിധാനം നമ്മൾ ഏർപ്പെടണം. ആരെങ്കിലും വന്ന് ഈ ശുശ്രൂഷ ചെയ്താൽ പോരാ. സാർ ഈ പറഞ്ഞൊരു കാര്യത്തിൽ ഞാനൊരു കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് കണ്ടൊരു കാര്യമാണ്. ദേവാലയ സംഗീതത്തിൽ പാടാനായിട്ട് വിശ്വാസികളല്ലാത്ത ആളുകളും ഉണ്ടെന്നുള്ളത് നമ്മൾ കണ്ടിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു പള്ളിയിൽ കുറേ വർഷങ്ങൾക്ക് മുമ്പ് ഞങ്ങളുടെ തന്നെ ആശ്രമ പള്ളിയിൽ ഒരു ഫംഗ്ഷന് വേണ്ടിയിട്ട് പാടാനായിട്ട് വന്ന ഗായക സംഘത്തിലെ ഒരു ചെറുപ്പക്കാരൻ ഒരു പാട്ട് കഴിഞ്ഞു കഴിഞ്ഞിട്ട് അയാൾ പുറത്തേക്ക് പോകും. അടുത്ത പാട്ട് കഴിയുമ്പോഴാണ്, ഇത് കുറേ വർഷങ്ങൾക്ക് മുമ്പ് നടന്ന സംഭവമാണ്, അടുത്ത പാട്ടിൻ്റെ സമയമാകുമ്പോഴത്തേക്കും കയറി വരും പ്രൊഫഷണൽസ്. അതെ. അപ്പം ഞാൻ അന്ന് ദേവാലയത്തിന് പുറത്ത് സങ്കീർത്തിയിലായിരുന്നു. അന്നൊരു വലിയൊരു പരിപാടി ആയതുകൊണ്ട് സങ്കീർത്തിയിൽ ചെറിയൊരു ജോലി എനിക്കുണ്ടായിരുന്നു. അപ്പോൾ ഈ ചെറുപ്പക്കാരൻ എങ്ങോട്ടാണ് പോകുന്നതെന്ന് ഇതിനാണ് പോകുന്നതെന്ന് അന്വേഷിച്ച് നോക്കിക്കഴിഞ്ഞപ്പോഴത്തേക്കാണ് അയാൾ പുറത്ത് പോയൊരു സിഗരറ്റ് വലിക്കുകയാണ്. അത് കഴിഞ്ഞിട്ടാണ് വരുന്നത്. പിന്നെ അന്വേഷിച്ച് കഴിഞ്ഞപ്പോഴത്തേക്കാണ് പറയുന്നത് അയാളൊരു അക്രൈസ്തവനാണ്, അയാൾ പറഞ്ഞിട്ട് കാര്യമില്ല. അപ്പോൾ ഞാൻ പറഞ്ഞു വരിക, ഈ ദേവാലയ സംഗീതത്തിൽ പാടുന്ന ആളുകളും അവരുടെ മനോഭാവവും ഒക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ പങ്കെടുക്കുന്ന വിശ്വാസികൾക്ക് ഒരു ആത്മീയ അനുഭവമായിട്ട് മാറത്തക്ക വിധത്തിൽ വിശുദ്ധ ബലി അർപ്പിക്കുന്നുണ്ടോ, തൻ്റെ രൂപതയ്ക്ക് കീഴിലുള്ള ഇടവകകളിൽ എന്നുള്ളതും നോക്കാനായിട്ടുള്ള ഉത്തരവാദിത്വം ഈ വിശുദ്ധീകരണ ദൗത്യം ഉള്ള മെത്രാന്മാർക്കുണ്ട്. ഇതുപോലെ തന്നെയാണ് മറ്റ് കുദാശകളുടെ പരികർമ്മവും. അദ്ദേഹത്തിന് ഇപ്പോൾ എല്ലാ കാര്യങ്ങളും അദ്ദേഹമല്ലല്ലോ ചെയ്യുന്നത്, അദ്ദേഹത്തെ സഹായിക്കാനായിട്ടാണ് വൈദികരുള്ളത്. നമുക്ക് വൈദിക ജീവിതത്തെക്കുറിച്ച് പറയുമ്പോൾ അതേക്കുറിച്ച് പറയാം. അപ്പം ഇത് വേണ്ട വിധത്തിൽ, അപ്പോൾ ഇത് യോഗ്യതാപൂർവം ഓരോ കുദാശയും സ്വീകരിക്കാനായിട്ട് യോഗ്യതയുള്ള സഭ നിശ്ചയിച്ചിട്ടുള്ള ചില യോഗ്യതകളുണ്ട്. ആ യോഗ്യതയുള്ള ആളുകൾക്ക് ആ കുദാശകൾ നൽകാനായിട്ടുള്ള ഉത്തരവാദിത്വം കൂടി നമുക്കുണ്ട്. അപ്പോൾ അത് നിർവഹിക്കപ്പെടുന്നുണ്ടോ എന്നുണ്ട്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കുമ്പസാരം, സ്വന്തം രൂപതയിൽ കുമ്പസാരിക്കാനായിട്ടുള്ള ഇടവകളിൽ കുമ്പസാരിക്കാനുള്ള സൗകര്യങ്ങൾ തീർച്ചയായിട്ടും
മെത്രാനും വൈദികരും ഒക്കെ നൽകേണ്ടതാണ്. അതുപോലെ തന്നെ രോഗീലേപനം. അപ്പോൾ ഇങ്ങനെയുള്ള കുദാശകൾ, വിവാഹം എന്ന എന്ന കുദാശ സ്വീകരിക്കാനായിട്ടുള്ള ഒരുക്കം, വേണ്ടത്ര ഒരുക്കം, ആത്മീയമായിട്ടുള്ള ഒരുക്കം വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാസ്തവത്തിൽ. അപ്പോൾ അതിനുള്ള ഒരുക്കം, ഇങ്ങനെ ഓരോ കുദാശയും സ്വീകരിക്കാനായിട്ടുള്ള. അതുപോലെ തന്നെ ഇത് മാത്രമല്ല, കുദാശകളിൽ മാത്രമല്ല ഉള്ള വിശുദ്ധീകരണം മാത്രമല്ല, നമ്മുടെ ധ്യാനങ്ങൾ ആളുകളെ സംബന്ധിച്ചിടത്തോളം ഇങ്ങനെ ഞായറാഴ്ച ദിവസങ്ങളിൽ വിശുദ്ധ കുർബാനയിൽ പങ്കെടുക്കുന്നു. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥന. അപ്പോൾ ഇങ്ങനെയുള്ള ആത്മീയമായിട്ടുള്ള ഉണർവിനും ആത്മീയമായിട്ടുള്ള നവീകരണത്തിനും കാരണമാകുന്ന ഭക്താഭ്യാസങ്ങളും നമ്മുടെ പ്രാർത്ഥനകളും അതുപോലെ തന്നെ ധ്യാനങ്ങളും ഒക്കെ നടക്കുന്നുണ്ടോ എന്ന് അന്വേഷിക്കുവാനും അത് നടപ്പാക്കാനും അതിനുള്ള നിർദ്ദേശം കൊടുക്കാനുമായിട്ടുള്ള ഉത്തരവാദിത്വം വിശുദ്ധീകരണ ദൗത്യമുള്ള മെത്രാനുണ്ട് ഉള്ളതാണ്. ഇതുമായി ബന്ധപ്പെട്ട് ഇതുപോലെ തന്നെ ബന്ധപ്പെട്ടൊരു കാര്യം കാണുന്നത്, നമ്മുടെ ദേവാലയങ്ങളിൽ വിവാഹത്തോടനുബന്ധിച്ച് നടക്കുന്ന പരിപാടികളിൽ ആ ശുശ്രൂഷകളുടെ ഇടയ്ക്ക് ഒരുപാട് ഈ വീഡിയോക്കാരും ഫോട്ടോഗ്രാഫറുമാരും കൂടി ഒരുപാട് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന പല അനുഭവങ്ങളുണ്ടാണ്. കാരണം അതിൻ്റേതായ ആ തിരുക്കർമ്മങ്ങളുടെ പരിഭാവനത മനസ്സിലാക്കാതെ അതിൻ്റെ മുമ്പിൽ കിടന്ന് ഓടുക, ഒരു ഭക്തിയില്ലാത്ത രീതിയിൽ, അതൊക്കെ ഒരുപാട് നിയന്ത്രിക്കേണ്ടതാണെന്ന് എനിക്ക് തോന്നുന്നതല്ല, നിയന്ത്രിക്കേണ്ടതാണ് വാസ്തവത്തിൽ. അത് ഒരു കണക്കിൽ നോക്കുകയാണെങ്കിൽ ഇപ്പോഴത്തേത് നോക്കുമ്പോൾ എൻ്റെ ഒരു ഒബ്സർവേഷൻ എന്ന് പറയുന്നത് പലയിടത്തും അത് നിയന്ത്രിക്കുന്നുണ്ട്. കർശനമായിട്ടുള്ള നിയന്ത്രണം പിതാക്കന്മാരും അതുപോലെ തന്നെ ഇടവകയിലെ വൈദികരും ഇടവവികാരിമാരും ആ കാര്യത്തിൽ ശ്രദ്ധ ചെലുത്തുന്നുണ്ടെന്നാണ് ഇരിക്കുന്നത്. എങ്കിലും ചിലയിടത്തെങ്കിലും ഇതൊരു സാമൂഹ്യ ചടങ്ങായിട്ട് മാറുകയാണ് വാസ്തവത്തിൽ. ഒരു ആത്മീയമായിട്ടുള്ള ഭക്തി നിർഭരമായിട്ട് ഇത് നടത്തേണ്ട ഒരു ചടങ്ങാണെന്നും അതുപോലെ തന്നെ ദമ്പതികൾ അവർക്ക് വേണ്ടിയിട്ട് പ്രാർത്ഥിക്കേണ്ടതാണെന്നും ഉള്ളുരുകി പ്രാർത്ഥിക്കേണ്ടതാണെന്നും ഇത് പങ്കെടുക്കുന്ന ആളുകൾക്ക് അങ്ങനെയുള്ളൊരു തോന്നൽ ഉണ്ടാകത്തക്ക വിധത്തിൽ വാസ്തവത്തിലൊരു ഇത് കൊടുക്കേണ്ടതാണ്, നിർദ്ദേശം കൊടുക്കുകയും നടപ്പാക്കേണ്ടതുമാണ് വാസ്തവത്തിൽ. ആ കാര്യത്തിൽ സീറോ മലബാർ സഭയെ ഞാൻ പ്രശംസിക്കാൻ ആഗ്രഹിക്കുകയാണ്. കാരണം താലികെട്ടെല്ലാം കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ ഒരിക്കലും അനുവദിക്കാറില്ല ഈ വീഡിയോ എടുക്കാൻ. കാരണം കാഴ്ചവെപ്പ് മുതൽ പിന്നീട് കോൺസെക്രേഷനൊക്കെ കഴിയുന്നവരെയും അത് നിരോധിച്ചിരിക്കുന്ന വളരെ നല്ലൊരു കാര്യമാണ്. പക്ഷേ ലത്തീൻ രൂപതകളിൽ അങ്ങനെയുള്ളൊരു നിരോധനം ഇതുവരെയും കണ്ടിട്ടില്ല. അതും കൂടി നടപ്പാക്കേണ്ടതാണെന്നുള്ളൊരു ചിന്ത ഉള്ളവളാണ് ഞാൻ. തീർച്ചയായിട്ടും ഒരു ആത്മീയമായിട്ടുള്ള മനുഷ്യർ അത് കഴിഞ്ഞിട്ടുള്ള ആഘോഷങ്ങളും പരിപാടികളും റിസപ്ഷനും ഒക്കെ ഉണ്ടാകുന്ന നല്ല കാര്യം, അത് ചെയ്യേണ്ടതാണ്. പക്ഷേ നമ്മൾ ദേവാലയത്തിലേക്ക് കടന്നു വരുമ്പോൾ, ദേവാലയ ശുശ്രൂഷയിൽ പങ്കെടുക്കുമ്പോൾ നമ്മുടെ ചിന്ത ദൈവത്തിലേക്ക് ഉയർത്തത്തക്ക വിധത്തിലുള്ള ഒരു അന്തരീക്ഷം നമ്മൾ സൃഷ്ടിക്കേണ്ടതാണ് ഒരു കാര്യം. അപ്പം വിശുദ്ധീകരണ ദൗത്യം എന്ന് പറയുന്ന ഈ ദൗത്യം പിതാക്കന്മാർ, രൂപതാധ്യക്ഷന്മാർ പ്രത്യേകിച്ച് ഈ വിശുദ്ധ കുദാശകളുടെ പരികർമ്മം വഴിയായിട്ടും അതുപോലെ തന്നെ ആധ്യാത്മിക നവീകരണത്തിന് ഉതകത്തക്ക വിധത്തിലുള്ള ഭക്താഭ്യാസങ്ങൾ, അതിൽ ധ്യാനം വളരെ പ്രധാനപ്പെട്ടതാണ്. അതുപോലെ തന്നെ കുടുംബ പ്രാർത്ഥനകളൊക്കെ നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യത്തെക്കുറിച്ചൊക്കെ അന്വേഷിക്കുകയും അതിനെ പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്യേണ്ടതാണ്. ഇങ്ങനെയാണ് വാസ്തവത്തിൽ ഒരു പ്രധാനപ്പെട്ട കാര്യം. മൂന്നാമത്തെ ദൗത്യം എന്ന് പറയുന്ന അജപാലന ദൗത്യം എന്നുള്ളതാണ്, നയിക്കുക എന്നുള്ളതാണ്. അപ്പം മെത്രാന്മാർ ആടുകളെ, ദൈവജനത്തെ നയിക്കുന്നവരാണ്. ഇടയന്മാരെന്നാണല്ലോ അവരെ വിളിക്കുക. ഇടയന്മാരാണ്, പാസ്റ്റേഴ്സ്, ഷെപ്പേർഡ്സ് ആണ്. എൻ്റെ ആടുകളെ മേയിക്കുക എന്ന് വിശുദ്ധ പത്രോസിനോട് കർത്താവ് പറയുന്നുണ്ട്. ആ ഒരു മിഷൻ, അങ്ങനെയുള്ളൊരു ദൗത്യം കർത്താവ് പത്രോസിന് കൊടുക്കുന്നുണ്ട്. അപ്പം ആ ദൗത്യത്തിലുള്ള പങ്കുചേരലാണ്, ആടുകളെ മേയ്ക്കാനുള്ള ദൗത്യത്തിലുള്ള പങ്കുചേരൽ, പത്രോസിന് നൽകിയ ദൗത്യത്തിലുള്ള പങ്കുചേരലാണ് മെത്രാന്മാർ അജപാലന ദൗത്യത്തിലൂടെ അതിൻ്റെ ദൗത്യ നിർവഹണത്തിലൂടെ നടപ്പാക്കുന്നെന്ന് പറയുന്നത്. അജപാലന ദൗത്യം എന്ന് പറയുന്നത് തങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികളെ, ആടുകളെ സംരക്ഷിക്കുക, നയിക്കുക. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ദൗത്യമാണ്. അപ്പോസ്തല പ്രവർത്തനം 20-ാം അധ്യായം 28-ാമത്തെ തിരുവചനത്തിൽ ശ്രേഷ്ഠന്മാർക്ക് വിശുദ്ധ പൗലോസ് നൽകുന്ന ഒരു ഉപദേശമുണ്ട്.
എഫേസ്യസിലെ ശ്രേഷ്ഠന്മാർക്ക് നൽകുന്ന ഒരു ഉപദേശമാണ്. അതൊന്ന് വായിക്കാവോ സാറ്? നിങ്ങളെയും അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ. അതെ, അജഗണം മുഴുവനെയും പറ്റി നിങ്ങൾ ജാഗരൂകരായിരിക്കുവിൻ. അജഗണങ്ങളെപ്പറ്റി ജാഗരൂകരായിരിക്കണം, അതീവ ശ്രദ്ധാലുവായിരിക്കണം. കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാൻ പരിശുദ്ധാത്മാവ് നിയോഗിച്ചിരിക്കുന്ന അജപാലകരാണ് നിങ്ങൾ എന്നുള്ളതാണ്. പരിശുദ്ധാത്മാവ് നിങ്ങളെ നിയോഗിച്ചിരിക്കുന്നത് കർത്താവ് സ്വന്തം രക്തത്താൽ നേടിയെടുത്ത ദൈവത്തിൻ്റെ സഭയെ പരിപാലിക്കാനാണ്. പരിപാലിക്കുക. 23-ാം സങ്കീർത്തനത്തിൽ ദൈവത്തിൻ്റെ പരിപാലന ഇടയൻ്റെ പരിപാലന പോലെയാണ് എന്ന് പറയുകയാണ്. മനോഹരമായിട്ടുള്ള സങ്കീർത്തനമാണ് വാസ്തവത്തിൽ. എങ്ങനെയാണ് ദൈവം പരിപാലിക്കുന്നതെന്ന് പറയുന്നത്. നല്ല ഇടയൻ, ഞാൻ നല്ല ഇടയനാകുന്നു. നല്ല ഇടയന് ആടുകൾക്ക് വേണ്ടി ജീവൻ ബലിയർപ്പിക്കുന്നു എന്ന് പറയുകയാണ്. ഈ ജീവൻ ബലിയർപ്പിച്ച നല്ല ഇടയൻ്റെ ശുശ്രൂഷയിൽ, ആ ഇടയ ദൗത്യത്തിൽ പങ്കുചേരുകയാണ്. അപ്പോൾ എങ്ങനെയാണ് തങ്ങളെ ദൈവം ഏൽപ്പിച്ചിരിക്കുന്ന അജഗണത്തെ നയിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടത്? അപ്പം ആടുകൾക്ക് വേണ്ടി ജീവൻ ബലി കഴിക്കുക, ആടുകളെ നയിക്കണം, പച്ചയായ മേച്ചിൽപ്പുറങ്ങളിലേക്ക് അവിടെ തന്നെ നയിക്കും, സ്വച്ഛമായ ജലാശയത്തിലേക്ക് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഉള്ളതാണ്. അതിൻ്റെ വളർച്ചയാണ് വെക്കുന്നത്. അത് മനോഹരമായിട്ട് പത്രോസ് ശ്ലീഹ തൻ്റെ 1-ാം ലേഖനത്തിൽ 5-ാം അധ്യായം 1 മുതലുള്ള വാക്യങ്ങൾ. ഒരു സഹശ്രേഷ്ഠനും ക്രിസ്തുവിൻ്റെ സഹനങ്ങളുടെ ദൃക്സാക്ഷിയും വെളിപ്പെടാനിരിക്കുന്ന മഹത്വത്തിൻ്റെ പങ്കുകാരനും എന്ന നിലയിൽ ഞാൻ നിങ്ങളുടെ ഇടയിലെ ശ്രേഷ്ഠന്മാരെ ഉപദേശിക്കുന്നു. നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ. അത് വളരെ പ്രധാനപ്പെട്ട, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്ന, നിങ്ങളുടെ സ്വന്തമല്ലത്, നിങ്ങളെ ഏൽപ്പിച്ചിരിക്കുന്നവരാണ്. ഏൽപ്പിച്ചിരിക്കുന്ന ദൈവത്തിൻ്റെ അജഗണത്തെ, ഈ അജഗണം ദൈവത്തിൻ്റെ അജഗണമാണ്. ദൈവത്തിൻ്റെ അജഗണത്തെ പരിപാലിക്കുവിൻ എന്നുള്ളതാണ്. അത് നിർബന്ധം മൂലമായിരിക്കരുത്. ദൈവത്തെ പ്രതി സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്. തീക്ഷ്ണതയോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ അല്ല പരിപാലിക്കണേ. എനിക്കെന്തെങ്കിലും കിട്ടുമോ, എനിക്കെന്തെങ്കിലും നേട്ടമുണ്ടാകുമോ എന്നുള്ളതല്ല. അത് നിർബന്ധം മൂലമായിരിക്കരുത്. സന്മനസ്സോടെ ആയിരിക്കണം. ലാഭേച്ഛയോടെ ആയിരിക്കരുത്. തീക്ഷ്ണതയോടെ ആയിരിക്കണം. അപ്പോസ്തല പ്രവർത്തനം 20-28 നമ്മൾ കാണുന്നുണ്ടല്ലോ. അജഗണത്തിന്മേൽ ആധിപത്യം ചുമത്തിക്കൊണ്ടായിരിക്കരുത്, സന്മാതൃക നൽകിക്കൊണ്ടായിരിക്കണം. ഇടയന്മാരുടെ തലവൻ പ്രത്യക്ഷപ്പെടുമ്പോൾ മഹത്വത്തിൻ്റെ ഒളിമങ്ങാത്ത കിരീടം നിങ്ങൾക്ക് ലഭിക്കും. അപ്പോൾ അത്ര കൃത്യമായിട്ടാണെന്ന് പറയുക. ഇടയ സങ്കല്പം ആണ് വാസ്തവത്തിൽ. ഇടയന്മാർ അവരെങ്ങനെയാണ് ദൈവം അവരെ ഏൽപ്പിച്ചിരിക്കുന്ന വിശ്വാസികളെ നയിക്കേണ്ടത്, പരിപാലിക്കേണ്ടത്, സംരക്ഷിക്കേണ്ടതെന്നാണ് ഓർമ്മിപ്പിക്കുന്നത്. അച്ഛാ, നമുക്ക് ഈ എപ്പിസോഡ് നിർത്തുവാൻ സമയമായി. തുടർന്നുള്ള കാര്യങ്ങൾ നമുക്ക് അടുത്ത എപ്പിസോഡിൽ ചർച്ച ചെയ്യാവുന്നതാണ്. യേശുവിൽ പ്രിയമുള്ളവരെ, ഈ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. നമ്മൾ ഈ എപ്പിസോഡിൽ കണ്ടുകൊണ്ടിരുന്നത് മെത്രാന്മാരുടെ ദൗത്യത്തിലെ 2ഉം 3ഉം ദൗത്യങ്ങൾ എന്തൊക്കെയാണ്, വിശുദ്ധീകരിക്കുക, നയിക്കുക എന്നുള്ള കാര്യങ്ങളെക്കുറിച്ചായിരുന്നു. നമ്മളത് പൂർത്തിയായിട്ടില്ല. തുടർന്നുള്ള കാര്യങ്ങൾ അടുത്ത എപ്പിസോഡിൽ നമ്മൾ കൂടുതൽ ചർച്ച ചെയ്യുന്നതാണ്. ഈ കാര്യങ്ങൾ ഇത്രയും നേരം നമ്മളുമായിട്ട് പങ്കുവെച്ച സ്നേഹബഹുമാനപ്പെട്ട ഫിലിപ്പച്ചന് നിങ്ങളുടെ പേരിൽ ഒത്തിരി നന്ദി പറയുന്നു. നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങളും നിങ്ങളുടെ സംശയങ്ങളും ഞങ്ങളെ എഴുതി അറിയിക്കുക. നിങ്ങൾ കത്തുകൾ എഴുതുമ്പോൾ കോണ്ടാക്റ്റ് നമ്പർ കൊടുക്കുവാൻ മറക്കരുത്. കത്തുകൾ അയക്കേണ്ട വിലാസം: ദ പ്രൊഡ്യൂസർ, സഭയും സാക്ഷ്യവും, ഗുഡ്നസ് TV, ഡിവൈൻ വിഷൻ കോംപ്ലക്സ്, മുരിങ്ങൂർ PO, ചാലക്കുടി 680309.
മറ്റൊരു എപ്പിസോഡിൽ നമ്മൾ വീണ്ടും കണ്ടുമുട്ടുന്നതുവരെ നന്ദി, നമസ്കാരം.